കർത്താവിനാൽ സ്നേഹമുള്ളവരെ, വചനവയലിലെ പ്രഭാതത്തിൽ നാം ധ്യാനിക്കുന്ന വേദഭാഗം സംഖ്യാപുസ്തകം 14 അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഈ ജനം എത്രത്തോളം എന്നെ പ്രകോപിപ്പിക്കും? അവരുടെ മധ്യേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള അടയാളങ്ങൾ കണ്ടിട്ടും എത്രനാൾ അവർ എന്നെ വിശ്വസിക്കാതിരിക്കും? ഞാൻ അവരെ മഹാമാരി കൊണ്ട് പ്രഹരിച്ച് നിർമ്മൂലനം ചെയ്യും. എന്നാൽ അവരെക്കാൾ വലുതും ശക്തവുമായ ഒരു ജനതയെ നിന്നിൽ നിന്ന് പുറപ്പെടുവിക്കും. പ്രിയമുള്ളവരെ, ദേശം ഉറ്റുനോക്കാൻ പോയ ജോഷുവായും കാലേബും മാത്രം ആ ദേശം കർത്താവ് നമുക്ക് നൽകും എന്ന് ഇസ്രായേൽ ജനത്തെ അറിയിക്കുകയാണ്. എന്നാൽ അവർ വിശ്വസിച്ചത് മറ്റ് 10 പേർ പറഞ്ഞ ആ കാര്യമാണ്. മറ്റ് 10 പേർ പറഞ്ഞത് നമുക്കൊരിക്കലും ഈ ദേശം സ്വന്തമാക്കാൻ സാധിക്കില്ല എന്നാണ്. അപ്പോൾ ജോഷുവായും കാലേബും ഒരു വ്യത്യസ്തമായ സ്വരം ഉയർത്തിയപ്പോൾ ജനം മുഴുവൻ അവരെ കല്ലെറിയുവാനായിട്ട് ആലോചിച്ചു. ആ സമയത്ത് കർത്താവിൻ്റെ മഹത്വം സമാഗമ കൂടാരത്തിൻ്റെ മീതെ പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ സമാഗമ കൂടാരത്തിൻ്റെ മുകളിൽ പ്രത്യക്ഷപ്പെട്ട കർത്താവിൻ്റെ മഹത്വം മോശയോട് സംസാരിക്കുകയാണ്. കാരണം ജനം മുഴുവൻ ദൈവ പദ്ധതിക്കെതിരായി, ദൈവത്തിൻ്റെ പ്രവാചകർക്കെതിരായി, അവരുടെ ആ ശുശ്രൂഷകൾക്കെതിരെ മറുതലിക്കാനായിട്ട് ആരംഭിച്ചു. അങ്ങനെ മറുതലിച്ച് തുടങ്ങിയപ്പോൾ കർത്താവ് മോശയോട് ചോദിച്ചു, ഈ ജനം എത്രനാൾ എന്നെ പ്രകോപിപ്പിക്കും? ഇവർ തുടർച്ചയായി ദൈവപദ്ധതികളെ നിരസ്കരിക്കുകയും അതിനെതിരെ ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് കർത്താവ് അവരോട് പറയുകയാണ്, എത്രനാൾ ഈ രീതിയിൽ ഇവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും? എത്രനാൾ ഈ ദൈവിക പദ്ധതിയെ എതിർത്തുകൊണ്ട് ഇവർ മുന്നോട്ട് പോകും? അവരുടെ മധ്യേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള അടയാളങ്ങൾ കണ്ടിട്ടും അവർ എന്തുകൊണ്ടാണ് വിശ്വസിക്കാത്തത്? അതുകൊണ്ട് തന്നെ ഞാൻ അവരെ മഹാമാരി കൊണ്ട് ശിക്ഷിക്കുകയും അവരെ പ്രഹരിച്ച് നിർമ്മൂലനം ചെയ്യുകയും ചെയ്യും. എന്നാൽ അവരെക്കാൾ വലുതും ശക്തവുമായ ഒരു ജനതയെ നിന്നിൽ നിന്ന് ഞാൻ പുറപ്പെടുവിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ജനതയെ മുഴുവൻ നശിപ്പിച്ച് അവരുടെ ആ നന്മ മുഴുവൻ ഈ പ്രകോപനത്തിൻ്റെ പേരിൽ തിന്മയായി ദൈവം ഗണിക്കുകയാണ്. ആ ജനം ഒത്തിരി നന്മകൾ ചെയ്തിട്ടുണ്ടാകാം. അവരുടെ ജീവിതത്തിൽ ഒരുപാട് തവണ അവർ ദൈവത്തിന് അനുകൂലമായി തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകാം. എന്നാൽ ഇപ്പോൾ അവർ ആ അവരെ പ്രകോപിപ്പിച്ചു. കർത്താവിനെ പ്രകോപിപ്പിക്കുകയും കർത്താവിൻ്റെ പദ്ധതികൾക്കെതിരെ സംസാരിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഒരു അസ്വസ്ഥത ആ ജനത്തിനിടയിൽ കടന്നു വരുന്നത്. അത് ദൈവത്തിന് ഒട്ടും സഹിക്കാമായിരുന്ന കാര്യമല്ല. കാരണം ദൈവം പറയുമ്പോൾ കണ്ണുമടച്ച വഴിയിലൂടെ ഇറങ്ങിത്തിരിക്കുന്ന ഒരു ജനതയാണ് കർത്താവ് എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. എപ്പോഴും നന്മ മാത്രം കൊടുക്കുവാൻ, പ്രത്യേകിച്ച് പാലും തേനും ഒഴുകുന്ന ഒരു ദേശം അവർക്ക് സ്വന്തമാക്കി കൊടുക്കുവാൻ കർത്താവ് തൻ്റെ അനന്തമായ പദ്ധതിയിൽ തീരുമാനം ചെയ്തിരുന്നതാണ്. അപ്പോഴാണ് അതിൻ്റെ പടിവാതിൽക്കൽ എത്തുമ്പോൾ ഈ ജനം തിരികെ പോകുവാനായിട്ട് തീരുമാനിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവാനുഗ്രഹത്തിന് വേണ്ടി എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കുവാൻ നാം തയ്യാറാകണം. പലപ്പോഴും ചില കാര്യങ്ങൾ ഒരുപാട് നേരം കാത്തിരുത്തിയാണ് ദൈവം നമുക്ക് നൽകുന്നത്. കാരണം അത് അത്രമേൽ വിശിഷ്ടമായതുകൊണ്ടാണ്. അതിനെ സ്വീകരിക്കുവാനൊരു സാധാരണ വിശ്വാസം കൊണ്ട് മാത്രം സാധിക്കുകയില്ല. അസാധാരണമായ ഒരു ജീവിത സാക്ഷ്യവും വിശ്വാസത്തിൻ്റെ വളർച്ചയും ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ഇടങ്ങളിൽ വിജയിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. കർത്താവ് നമ്മുടെ ദിവസത്തെ അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം ആദർശിച്ച്.